നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോംബോ ആയിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും. ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും നിരവധി ചർച്ചകൾക്ക് വിധേയമായ ഈ ഒരു കോംബോ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നു എന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസുകളാണ് ജാസ്മിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജാസ്മിൻ ഗബ്രി കോംബോയുടെ പേരിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് മികച്ച ഗെയിമർ ആയിരുന്ന ഗബ്രിക്ക് തന്നെയായിരുന്നു. കാരണം ഏറെക്കുറെ ബിഗ് ബോസ് സീസൺ 6-ല് ടോപ്പ് 5-ല് പ്രതീക്ഷിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. എന്നാൽ 50 ദിവസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഗബ്രിക്ക് ബിഗ് ബോസ് ഹൗസിൽ വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ കാരണം ഈ ഒരു കോംബോ കളിച്ചുള്ള ഗെയിം രീതി തന്നെയായിരുന്നു. എന്തായാലും ജാസ്മിന് ഗബ്രിയെ മറക്കാൻ പറ്റുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ലൈവിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും ഇവരുടെ മെയിൻ കേന്ദ്രമായിരുന്ന ആ വാഴത്തോപ്പിൽ വാഴയിലയിൽ നിന്നും ഒരു ഇലയെടുത്തുകൊണ്ട് അതിൽ ഗബ്രിയുടെ പേരെഴുതി ഗബ്രിയെ കുറിച്ച് ചിന്തിക്കുന്ന ജാസ്മിന്റെ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും തന്നെ ഇതിന് ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ഗബ്രിക്കെതിരെ നമ്മുടെ ജാസ്മിന്റെ ഉപ്പ ജാഫർക്ക പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയ മത്സരാർത്ഥികളൊക്കെ ഉള്ളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് തിങ്കളാഴ്ച മുതൽ ആ ഒരു എൻട്രി ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് ഗബ്രിയുടെ എൻട്രി ആയിരിക്കും. ജാസ്മിൻ ഈ എൻട്രിക്ക് ശേഷം, അതായത് അവസാനത്തെ വീക്കിലേക്ക് കടക്കുമ്പോൾ ജാസ്മിൻ വീണ്ടും ഗബ്രിയുടെ പേരുകൾ ഈ ഗെയിമിലേക്ക് എടുത്തു വെക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പോകുന്നത് ജാസ്മിന്റെ വാപ്പയും ഫാമിലിയും തന്നെയായിരിക്കും. എന്തായാലും ജാസ്മിൻ ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഇന്നലെ നടത്തിയതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രേക്ഷകർക്ക് താൻ ഗബ്രിയെ ഇതുവരെ മറന്നിട്ടില്ല എന്നും അതേപോലെ തന്നെ ഗബ്രി എന്തായാലും തിരിച്ചു വരും എന്ന് ജാസ്മിനും അറിയാം. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രവൃത്തി നടത്തിയത്? അതല്ല, തീർച്ചയായിട്ടും തികച്ചും ഗബ്രിക്കെതിരെ പേഴ്സണലായിട്ട് തനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ഉണ്ട്, തൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഗബ്രിയോട് സൂക്ഷിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ജാസ്മിൻ ഈ ഒരു പ്രവൃത്തി നടത്തിയത്? ഇത് ഏറ്റവും കൂടുതൽ പണിയാകാൻ പോകുന്നത് ജാസ്മിന് തന്നെയായിരിക്കും. അതേപോലെ തന്നെ ജാസ്മിന്റെ ഫാമിലി തന്നെയായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണുക. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.